താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. പണം വേണോ? പണം. പത്രിക പിൻവലിക്കൂ, പണം തരാം. വല്ലം നിറയെ നിറച്ച് BJP ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പാലക്കാട് ഇങ്ങനെ ഒരു വിദ്വാനെ കയ്യോടെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ കാട്ടിയിട്ടാണെങ്കിലും സീറ്റിൻ്റെ എണ്ണം കൂട്ടാൻ BJP കാണിക്കുന്ന പെടാപ്പാട് സമ്മതിക്കാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരു ഭാഗത്ത് പണം കൊടുത്ത് ജയിക്കാൻ BJP തുനിഞ്ഞിറങ്ങുന്നു, മറ്റൊരു ഭാഗത്ത് കൊല്ലുമെന്ന ഭീഷണിയിൽ CPM. കേരളത്തിൽ ഇപ്പോൾ ചിരിക്ക് വക തരുന്ന പൂരം നടക്കുകയാണ് കേട്ടോ. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പേ ഒരവസരം തരൂ, ഞങ്ങളൊന്ന് കേരളത്തിൽ കാലുകുത്തിക്കോട്ടെ എന്ന് നുമ്മ ശോഭിത തമ്പുരാൻ താണു വീണ് കേണ് നിലവിളിക്കുന്ന രസകരമായ കാഴ്ച കുറച്ച് ആഴ്ചകൾക്ക് മുമ്പേ നമ്മൾ കണ്ടതാണ്. ജന ഇത് കേട്ട് ചിരിച്ച് കാരണം പറഞ്ഞു. പാവം കൊരങ്ങ് തമ്പുരാൻ പാമ്പിനെ പിടിച്ച പോലെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. BJP കയറിയിട്ട് ആശാൻ എരന്ന് കാല് പിടിച്ച് കാല് കഴുകി വാങ്ങിയ കേന്ദ്രമന്ത്രി സ്ഥാനം ചുമന്ന് ആശാൻ ആകെ പെട്ട അവസ്ഥയിലാണ്. CPM തുറന്നിട്ട വഴിയിലൂടെ തൃശ്ശൂരിൽ കയറി ജയിച്ച ആശാന് ഇപ്പം മുകളിൽ നിന്ന് കേന്ദ്രവും താഴേന്ന് സുരേന്ദ്രനും പിന്നെ രാജീവ് ശേഖറും ഒരു സൈഡിൽ നിന്നും പല പക്ഷങ്ങളും മാറി മാറി കുത്തി ഒതുക്കുമ്പോൾ ഒരു പിടിവള്ളിക്കായ ആശാൻ ആകെ പരവശരാകുകയാണ്. പാവം ശുഭിതൻ കലങ്കി തന്നെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഗതി കൈവിട്ട് പോകുമെന്ന അവസ്ഥയിൽ ആകെ വിറളി പൂണ്ട് പരക്കം പാകുകയാണ്. പണ്ടേ ഈ BJPക്കാർക്ക് ബോധമില്ല എന്നൊരു ചൊല്ലുണ്ട്. കേരളത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങളോ മാനദണ്ഡങ്ങളോ തിരഞ്ഞെടുപ്പ് കാലത്തെ പെരുമാറ്റച്ചട്ടമോ ഒക്കെ നിലവിലുണ്ട് എന്ന ബോധമില്ലാതെയാണ് BJP പ്രവർത്തകൻ്റെ നീക്കം. സംഗതി എന്താ? UDF സ്ഥാനാർത്ഥിക്ക് പണം നൽകാം, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണത്രേ. പാലക്കാട് 50-ാം വാർഡിലെ സ്ഥാനാർത്ഥി K രമേശിൻ്റെ വീട്ടിലെത്തിയാണ് പത്രിക പിൻവലിക്കാൻ BJP പണം വാഗ്ദാനം ചെയ്തത്. കോൺഗ്രസ് ഇത് കയ്യോടെ അതങ്ങോട്ട് പൊക്കി വാർത്തയാക്കി. സംഗതി ഏറ്റുട്ടോ. പെരുമാറ്റച്ചട്ട ലംഘനം കേസുണ്ട്. ഇതാ പറയുന്നത്, ചാട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം പിടിക്കൂന്ന്. ആശാൻ കരുതിയത് ഇത് വടക്കേ ഇന്ത്യ ആണെന്നാണ്. ആരോ പറഞ്ഞു കേട്ടു ബീഹാറിൽ 10,000 കൊടുത്താണ് അത്ര നിതീഷ് മോദി വിജയിച്ചു വന്നത്. അതാണ് ജിക്ക് പറ്റിയത്. അത് സംഗതി ബീഹാർ, ഇത് സംഭവം കേരളം. മറ്റൊരു വിദ്വാൻ ഇപ്പുറത്ത് കീലേരി അച്ചുവായി പേനാക്കത്തിയുമായി കൊല്ലാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. CPMകാരെ അതുകൊണ്ടരിശം തീരാത്തവനാ പുരയുടെ ചുറ്റും മണ്ടി നടന്നു. CPMനോട് പിണങ്ങി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ ഏരിയ സെക്രട്ടറിയോട് CPMനുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഏരിയ സെക്രട്ടറി ആരാന്ന് പറയാം, തട്ടിക്കളയും അത്രേ. CPM ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി. നമ്മുടെ അഗളി പഞ്ചായത്തിൽ 18-ാം വാർഡ് ഒരമ്മലയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന VR രാമകൃഷ്ണനെ CPM അഗളി ലോക്കൽ സെക്രട്ടറി NS ജംഷീറാണ് ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ രാമകൃഷ്ണൻ പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടിയിൽ VS അച്യുതാനന്ദനെ അനുകൂലിക്കുന്ന ആളായിരുന്നു ഈ രാമകൃഷ്ണൻ. 7 വർഷം മുമ്പ് പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട ഇദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ പത്രിക നൽകിയിരുന്നു അവിടെ. ശനിയാഴ്ച വൈകിട്ട് രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ച ജംഷീർ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടു. അതങ്ങോട്ട് നിരാകരിച്ച രാമകൃഷ്ണനോട് ഞങ്ങൾ നിങ്ങളെ കൊല്ലേണ്ടി വരുമെന്ന് പറയുന്നത് ആ ഫോൺ സംഭാഷണത്തിൽ കേൾക്കാം. നിങ്ങളെന്നെ എന്തു ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദ്യം. മറുപടി, തട്ടിക്കളയാനാണ് തീരുമാനമെന്ന് ജംഷീർ. പണ്ടേ തട്ടാൻ മാത്രം അറിയുന്ന CPM പണ്ടത്തെ ആ പരിപ്പ് ഇപ്പോൾ ഇക്കാലത്തിൽ വേവാത്ത അവസ്ഥയിലെത്തി എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന് മനസ്സിലായ പഞ്ചായത്തുകളിലൊക്കെ CPM കീലേരി അച്ചുമാരെ ഇറക്കി കളി തുടങ്ങിയ വാർത്തകൾ പുറത്തു വരുന്നുകൊണ്ടേയിരിക്കുകയാണ്. വൈത്തിരിയിൽ UDF സ്ഥാനാർത്ഥിയെ തടഞ്ഞ CPM ഭീഷണി. വീട് കയറാൻ UDF സ്ഥാനാർത്ഥിയെ അനുവദിക്കില്ലാത്രേ. CPM പാർട്ടി വീടുകൾ കയറേണ്ട. CPM തിട്ടൂരം പുറപ്പെടുവിച്ച്
മുള്ളംകൊല്ലി വേലായുധന്മാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ സർക്കാർ മിണ്ടാതെ ഒത്താശ ചെയ്യുകയാണ്. ഇതിനിടയിൽ തിരുവനന്തപുരം ലക്ഷ്യം വെച്ച് ഇറങ്ങിയ BJP NDAക്ക് തിരുവനന്തപുരത്ത് 50ഓളം ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാതെ പെട്ട അവസ്ഥയിലായിരിക്കുകയാണ്. എന്തൊക്കെ ബഹളാർന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗൺ, ബോംബ്, ഒലക്കയുടെ മൂട്. ഈ തമ്മിത്തല്ല് തീർന്നിട്ട് വേണ്ടേ ഒന്ന് നിവർന്നു നിൽക്കാൻ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഇനി എന്തൊരു ചെയ്യും ഈ CPM ആയിട്ടുള്ള അന്തർധാര അങ്ങ് പരസ്യമാക്കി ഇറങ്ങിയാലോ? പാതിയും വെച്ച് ഭരിക്കാം. എന്താ കോർപ്പറേഷനെ? എന്തായാലും ഒരേ നുഖത്തിൽ 2 കാളകളാണല്ലോ, സംഗതി ജോറാകും. പണകും കയ്യൂക്കും ഒരുമിച്ചാലും ദോഷം പറയാനില്ല. അത് CPM BJP ഒരുമിക്കുന്നതിന് തുല്യമാണ്. ബ്ലിങ്ക് തുടരും കേട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.